ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയാൽ മെയ് 30 നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസ് ആരംഭിക്കുകയും ജൂൺ 5 വരെ അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയവുമായിരുന്നു. എല്ലാവരും ഉത്തരങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. ഏകദേശം 50-ൽ പരം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ഉത്തരങ്ങൾ അയക്കുകയും ചെയ്തു. ആരൊക്കെയാണ് ഉത്തരങ്ങൾ അയച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തരങ്ങൾ അയക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം അയച്ചാൽ മതിയാകും. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നിങ്ങളാണ് വിജയിയെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഞങ്ങൾ തരുന്ന ആ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയാകും. യൂട്യൂബ് എന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ മിസ്യൂസ് ചെയ്താൽ യാതൊരു കാരണവശാലും ഈ ചാനൽ അതിന് ഉത്തരവാദിയായിരിക്കുകയില്ല. ഉത്തരം അയച്ചതിന് ശേഷം പലരും വന്ന് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉത്തരം ലഭിച്ചോ, ഞാൻ ഉത്തരം അയച്ചിട്ട് കാണുന്നില്ല എന്നൊക്കെ. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്ക്രീൻ ഷെയർ ഇടുന്നത്. എല്ലാവരും ഉത്തരം ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഉത്തരം വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ശരി ഉത്തരം 15 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ വിജയിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കണമെന്നൊക്കെയുള്ള ഒരു അഭിപ്രായം കാണുകയുണ്ടായി. തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ദൈവം അനുവദിച്ചാൽ അപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ ചോദ്യവും ഉത്തരവും നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: വർഷം തോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? ഉത്തരം മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 9 25 വാക്യം. ഏകദേശം എല്ലാവരും തന്നെ ശരിയുത്തരമാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യോസഫ് ലക്ഷണം നോക്കുന്നത് ഏതിലായിരുന്നു? ഉത്തരം വെള്ളി കൊണ്ടുള്ള പാനപാത്രത്തിൽ. ഉൽപ്പത്തി പുസ്തകം 44 2-5 വാക്യങ്ങൾ. പലരും പാനപാത്രം എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്, എങ്കിലും ആ ഉത്തരവും പരിഗണിക്കുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പിതാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായത് ആരൊക്കെയാണ്? പിതാവ് ആരാണ്? ഉത്തരം വരുന്നത് പിതാവ് ശെലോഫഹാദ്. പുത്രിമാർ മഹ്ള, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ. സംഖ്യാപുസ്തകം 36 11 വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം നോഫിന്. യെഹെസ്കേലിൻ്റെ പ്രവചനം 30 16 വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു: ഭക്ഷണം സമൃദ്ധിയായി കിട്ടുന്നത് ആർക്കാണ്? ഉത്തരം നിലം കൃഷി ചെയ്യുന്നവന്. സദൃശവാക്യങ്ങൾ 12 11 വാക്യം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം: വസ്ത്രമെല്ലാം സുഗന്ധമായിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട്. സങ്കീർത്തനങ്ങൾ 45 8 വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: തിരിച്ചറിവില്ലാത്തവൻ്റെ ചിരിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം കലത്തിൻ്റെ കീഴെ കത്തുന്ന മുള്ളിൻ്റെ പൊടുപൊടുപ്പ് പോലെ. ഇതിൻ്റെ റെഫറൻസ് വരുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 7 വാക്യം. മൂഢൻ എന്നുള്ളതിനാണ് തിരിച്ചറിവില്ലാത്തവൻ എന്ന് ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം ഇതാണ്: നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം നോഹ, ദാനിയേൽ, ഇയ്യോബ്. ഇതിൻ്റെ റെഫറൻസ് വരുന്നത് യെഹെസ്കേലിൻ്റെ പ്രവചനം 14 14 വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, 9ാമത്തെ ചോദ്യം: പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, എങ്കിൽ ഞാൻ ആരാണ്? എങ്ങനെയുള്ളവനും ആണ്? ഉത്തരം ഞാൻ ആമോസ്. എങ്ങനെയുള്ളവൻ എന്നതിന് ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും.
ആമോസിൻ്റെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത 10-ാമത്തെ ചോദ്യം, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനം എന്താണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ നിന്ന. എബ്രായ ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, ഇനി ഒരിക്കൽ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം എബ്രായ ലേഖനം 12-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ അടുത്ത ചോദ്യം 12-ാമത്തെ ചോദ്യമാണ്, യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനവും പുറപ്പെട്ട് പാളയമിറങ്ങിയ സ്ഥലം ഏതാണ്? ഉത്തരം ഹരോദ് ഉറവിനരികെ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീയെ ദൈവം ഒരുക്കിയ സ്ഥലത്ത് എത്ര ദിവസമാണ് പോറ്റിയത്? ഉത്തരം 1260 ദിവസം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ഏതു സ്വഭാവമാണ് ദാവീദിനെ വലിയവനാക്കിയത്? ഉത്തരം സൗമ്യത. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 35-ാമത്തെ വാക്യം. നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുള്ള മറ്റൊരു പേര് എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നു ചോദ്യം ചോദിച്ചത്. ഉത്തരം ഇങ്ങനെയാണ്, ആകാശ സൈന്യം. ഈ ചോദ്യത്തിന് പലരും ജ്യോതിർഗോളം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ജ്യോതിർഗോളം എന്നുള്ളത് നക്ഷത്രം എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം പലരും വന്ന് പേഴ്സണലായിട്ടും കമൻറ്റ് ചെയ്തുമൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് ചോദ്യത്തെപ്പറ്റി സംശയങ്ങളൊന്നും പറഞ്ഞു തരുവാൻ സാധിക്കുകയില്ല. പറഞ്ഞു തരാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തന്നിരിക്കും. ഏത് ബുക്കാണ് അങ്ങനെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും ഉത്തരത്തിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ഉത്തരം തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. വചനം പഠിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമുക്കിതിന് പിൻപിലുള്ളത്. തീർച്ചയായിട്ടും അടുത്ത ബൈബിൾ ക്വിസ് ദൈവം അനുവദിച്ചാൽ നടത്തുന്നതായിരിക്കും. അതിൻ്റെ തീയതിയും മറ്റു കാര്യങ്ങളും പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരെയും സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.